ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും കിയയുടെ പുതിയ സിറോസ് എന്ന് പറഞ്ഞ പ്രീമിയം സപ്പോമീറ്റർ കോമ്പാക്ട് എസ് യു വി കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ എന്നാൽ അതിൻ്റെ വേരിയൻസും ഫീച്ചേഴ്സ് നിങ്ങളിപ്പം ടോപ്പ് എൻ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇതിൻ്റെ ബാക്കി വേരിയൻസിന് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ പോലെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിന് മുന്നേ തന്നെ നമ്മൾ എന്തോരം ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം, ഓർ ആക്ച്വലി എന്തോരം വേരിയൻസ് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ശരിക്കും 6 വേരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ സോണറ്റിലൊക്കെ കൊടുക്കുന്ന പോലെ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അതായത് നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സോണറ്റിലുള്ള HT ഈ വേരിയൻ്റ് ഒഴിവാക്കിയിട്ട് HTK വേരിയൻ്റ് മുതലാണ് ഇതിൻ്റെ ബേസിക് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുകളിൽ നമുക്ക് HTK ഓപ്ഷണൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ HTK പ്ലസ് അവൈലബിൾ ആണ്. പിന്നെ വരുന്നതാണ് HTX, അതുപോലെ HTX പ്ലസ് ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പ് എൻ വേരിയൻറ്റിൻ്റെ പേരാണ് HTX പ്ലസ് ഓപ്ഷണൽ. അതിൻ്റെ അകത്താണ് നമുക്ക് മാക്സിമം ഫീച്ചേഴ്സ് എല്ലാം തന്നെ കിട്ടുന്നത്. ഇനി അതിനൊക്കെ പുറമെ വേറെ 2 കാര്യങ്ങളോട് നോക്കേണ്ടത് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ്, അതുപോലെ അതിൻ്റെ വേരിയൻസിലുള്ള ഡിസ്ട്രിബ്യൂഷനും. നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഒന്ന് 1 ലിറ്റർ TGDI എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്, ടർബോ ആണ്. 120 PS പവറും അതുപോലെ 172 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് 6 സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ 7 സ്പീഡ് DCT ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നത്. പിന്നെ വരുന്ന 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ്, 4 സിലിണ്ടർ ആണ്. ഇത് VGT ടർബോ വെച്ച് വരുന്ന എഞ്ചിനാണ്. നമുക്കിത് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക്കലാണ് കിട്ടുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന 115 PS പവറും അതുപോലെ തന്നെ 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ്. അതിൻ്റെ വേരിയൻസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. നമുക്ക് ബേസ് മോഡൽ HTKയിൽ ആകെപ്പാടെ 1 ലിറ്റർ ടർബോ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി 3 ഓപ്ഷൻസ് അവൈലബിൾ അല്ല. HTK ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും മാനുവലിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. HTK പ്ലസിലും HTXിലാണ് നമുക്ക് 3 പവർ ട്രെയിൻ ഓപ്ഷൻസ് കിട്ടുന്നത്. അതായത് ടർബോയുടെ മാനുവൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഡീസലാണെങ്കിൽ മാനുവൽ കിട്ടുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ HTX പ്ലസിലും അതുപോലെ HTX പ്ലസ് ഓപ്ഷനിലും നമുക്ക് മാനുവലിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. അവിടെ ആകെപ്പാടെ ഓട്ടോമാറ്റിക് മാത്രമേ കിട്ടുന്നുള്ളൂ. HTX വരെ മാനുവലിൻ്റെ ഓപ്ഷൻ വരുന്നുള്ളൂ. ആൻഡ് അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് ആ ഒരു റേഞ്ചിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. ആകെപ്പാടെ ടോപ്പ് എൻ 2 വേരിയൻസിൽ മാത്രമേ ഉള്ളൂ. അത് വേണമെങ്കിൽ HTXിലും കൂടെ കൊടുക്കായിരുന്നു. HTX പ്ലസ് മുതലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ബേസ് മോഡലായ HTK വേരിയൻറ്റ് എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും എന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ബേസ് വേരിയൻ്റ് ആയിട്ട് ഇതിനങ്ങനെ ഭയങ്കര ബെയർ ബേസിക് എന്ന് പറയാൻ പറ്റുന്നൊരു മോഡലില്ല. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഫീച്ചേഴ്സൊക്കെ ബേസ് മോഡലിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് 20 സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതായത് 6 എയർ ബാഗ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് അവർ കൊടുക്കുന്നത്. അതിലൊന്നും കോംപ്രമൈസ് ഒന്നുമില്ല. പിന്നെ വരുന്ന സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ്. അതായത് നമുക്ക് ടോപ്പ് എൻഡിൽ കിട്ടുന്ന പോലെ തന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് 4.2 ഇഞ്ച് സൈസ് വരുന്ന ഒരു കളർ TFT ഡിസ്പ്ലേ ഉള്ള MID ആയിരിക്കും വരുന്നത്. ടോപ്പ് എൻഡിൽ 12.3 ഇഞ്ചാണ്. ഇവിടെ അതല്ല, നമുക്ക് സാധാരണ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻ സിസ്റ്റം അവൈലബിൾ ആണ്. 12.3 ഇഞ്ച് സൈസ് വരുന്ന ഇൻഫോർടൈൻ സിസ്റ്റം തന്നെയാണ് അവർ ബേസ് മോഡൽ മുതൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ അകത്ത് തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ ഒക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. 4 സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേസ് മോഡൽ ആയതുകൊണ്ട് മാനുവൽ AC ആണ് വരുന്നത്. പക്ഷേ റിയർ AC വെൻസ് ബേസ് മോഡലിന് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ നല്ല കാര്യമാണ്. പിന്നെ ഹാലജൻ ഹെഡ് ലാംപ്സ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ടോപ്പ് എൻഡിലൊക്കെ LED ആണ് വരുന്നത്, പക്ഷെ അത് ഇവിടെ ഇല്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സ്പോയിലർ വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ സൺഷെയ്ഡ് കർട്ടൻസ് ആണെങ്കിൽ ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കട്ട് സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. അത് സെയിം ടോപ്പിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ്. ഇനി ബാക്കി ബേസിക് ഫീച്ചേഴ്സ് ആയ മാനുവൽ ഡേ നൈറ്റ് IRVMs, അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs, ഓൾ 4 പവർ വിൻഡോസ്, പിന്നെ സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട്. അതിലൊന്നും നമുക്ക് കോസ്റ്റ് കട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. ഗൈസ്, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ HTK എന്ന് പറഞ്ഞ ബേസ് മോഡലിൽ വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലുള്ള HTK ഓപ്ഷണൽ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്. നമുക്ക് പ്രൈസ് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് ഓപ്ഷണൽ വേരിയൻസിൻ്റെ പ്രൈസ് ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് HTK ഓപ്ഷണൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെയും അവർ മറ്റതിനകത്ത് ഉണ്ടായിരുന്ന ഫീച്ചേഴ്സൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പക്ഷേ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്. ഏകദേശം ടാറ്റയുടെ അപ്രോച്ചാണ് ബേസ് മോഡൽ മുതൽ തന്നെ, അതായത് സെക്കൻഡ് ബേസ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് മുതൽ തന്നെ സൺറൂഫ് കൊടുക്കുക എന്നുള്ളത്. സംഭവം സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്. ടോപ്പ് എൻഡിൽ നമുക്ക് പാനറോമിക് ആണ് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ സൺറൂഫ് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സംഭവം. പിന്നെ ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എഗെയിൻ വളരെ നല്ല കാര്യമാണ്. പൊതുവേ എല്ലാവരും ബേസിക് വേരിയൻസിലൊക്കെ ഒഴിവാക്കി കളയുന്നൊരു സംഭവമാണ്. പിന്നെ അടുത്ത് വരുന്ന 16 ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് ആണ്. അത് പക്ഷേ ഇതിൻ്റെ 1.5 ഡീസൽ മോഡൽ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. 1 ലിറ്റർ ടർബോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് തന്നെയായിരിക്കും. ബേസ് മോഡൽ 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് പെട്രോളിൻ്റെ കൂടെ ഇതിനകത്ത് കിട്ടുന്നത്. ഡീസൽ എടുക്കുകയാണെങ്കിൽ മാത്രം അലോയ്സ് കിട്ടും എന്ന് മാത്രം. പക്ഷേ അത് കിട്ടുകയാണെങ്കിൽ 16 ഇഞ്ച് നല്ല ഡിസൈനുള്ള അലോയ് വീൽസ് തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ് ആവുന്ന ഫീച്ചർ, നമുക്ക് നേരത്തെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ORVMs അതുപോലെ ORVMസിൽ തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും വരും. പിന്നെ നേരത്തെ 4 സ്പീക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ട്വീറ്റേഴ്സും കൂടെ അഡീഷണൽ ആഡ് ആവും. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ബാക്കിലായിട്ട്, അതായത് പാസഞ്ചർ സീറ്റിൻ്റെ ബാക്കിൽ ഒരു ചെറിയ സ്റ്റോറേജ് പോക്കറ്റ് പോലും വരും. ഇത്രയൊക്കെ കാര്യങ്ങളാണ് HTK ഓപ്ഷണൽ വേരിയൻറ്റിൽ നമുക്ക് അഡീഷണൽ പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം നമ്മുടെ ഒരു മിഡിൽ വേരിയൻറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് കയറി. ബേസിക് റേഞ്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ HTK പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത് നോക്കാം.
HTK ഓപ്ഷണലിൽ നമുക്ക് ആകെപ്പാട് സിംഗിൾ പെയിൻ സൺറൂഫ് ആയിരുന്നെങ്കിൽ HTK പ്ലസ് മുതൽ തന്നെ പാനറോമിക് സൺറൂഫിൻ്റെ ഓപ്ഷനും അവർ കൊടുക്കുന്നുണ്ട്. സോ അഗെയിൻ വളരെ നല്ല കാര്യമാണ്. അതുപോലെ അടുത്ത ഒരു അഡീഷൻ വരുന്ന റൂഫ് റെയിൽസ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് എഞ്ചിൻ എടുക്കുന്നു എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ 16 ഇഞ്ച് ക്രിസ്റ്റൽ കട്ട് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ സീറ്റ്സിന് നമുക്ക് റിക്ലൈനിങ് ഫംഗ്ഷൻ, അതുപോലെ സ്ലൈഡിംഗ് ഫംഗ്ഷൻ, 60-40 സ്പ്ലിറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ കിട്ടി തുടങ്ങുന്നത് ഈ HTK പ്ലസ് വേരിയൻറ്റ് മുതലാണ്. പിന്നെ ഇതിൻ്റെ 1 ലിറ്റർ ടർബോ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് കീ വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതിൻ്റെ DCT എടുക്കണം കേട്ടോ, മാനുവലിനകത്ത് ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും 1 ലിറ്റർ DCT എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. ഈവൻ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണെങ്കിൽ പോലും DCT എടുക്കുകയാണെങ്കിൽ കിട്ടും. വീണ്ടും 7 സ്പീഡ് DCTയിൽ മാത്രം കിട്ടുന്ന ഫീച്ചേഴ്സ് ആണ്. ബാക്കിൽ സെൻറ്റർ ആംറസ്റ്റ് വരും, അതുപോലെ തന്നെ റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് കിട്ടും. പിന്നെ ക്രൂസ് കൺട്രോൾ വേണമെങ്കിലും നിങ്ങൾ DCT തന്നെ എടുക്കേണ്ടി വരും. ഇതൊക്കെ HTK പ്ലസ് വേരിയൻറ്റിൻ്റെ പ്രശ്നമാണ്. കുറച്ചുകൂടെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഈ വേരിയൻസ്, അതായത് നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻ്റെ പ്രശ്നമില്ലാതെ തന്നെ ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടും. അവിടെ തന്നെയാണ് നമ്മുടെ അടുത്ത വേരിയൻ്റായ HTX എന്ന് പറഞ്ഞ വേരിയൻറ്റ് വരുന്നത്. കിയയുടെ ലൈനപ്പിൽ HTX സീരീസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കൊടുക്കുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ട ഓപ്ഷണൽ ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ മാറി കുറേയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒന്ന് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. പിന്നെ ലെതർ സീറ്റ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ 1 ലിറ്റർ DCT എടുത്താൽ മാത്രമേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കിട്ടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞ റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടും. അതുപോലെ 4 പവർ വിൻഡോസിലും നമുക്ക് ഓട്ടോ അപ്പ് ഡൗണിൻ്റെ ഫീച്ചർ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നേരത്തെ വരുന്നത്, അതായത് HTK പ്ലസ്സിലാണ്, HTK പ്ലസ് വേരിയൻറ്റിൽ നമ്മൾ DCT എടുക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് ഡോറിന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് 4 ഡോറിനും ഉണ്ട്. അത് നമുക്ക് റിമോട്ട് കീ വെച്ച് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ അപ്ഡേറ്റ് വരുന്നത് ലൈറ്റ്സിൻ്റെ കാര്യത്തിലാണ്. നമുക്ക് HTX വേരിയൻറ്റ് മുതലാണ് LED DRLs, അതുപോലെ തന്നെ LED ഹെഡ് ലാംപ്സ്, പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ LED തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നത്. ബാക്കി ഇതിന് മുന്നേ ഉള്ള വേരിയൻസ് എല്ലാം തന്നെ ഹാലജൻ ഹെഡ് ലാംപ്സ് ആയിരിക്കും. സോ അത് വേണമെങ്കിൽ HTX എടുക്കണം. പിന്നെ നമ്മൾ HTXൽ മാത്രമല്ല, HTK പ്ലസിലും HTXലും രണ്ടിലും 7 സ്പീഡ് DCT എടുക്കുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ് ഡ്രൈവ് മോഡ്സ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ മോഡ്സ്, പിന്നെ ഓൾ 4 ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ അഡീഷണൽ ആയിട്ടാവുന്ന ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെയാണ്. ഇതൊന്നും നമുക്ക് നോർമൽ, അതായത് ബാക്കി എഞ്ചിൻസിൻ്റെ കൂടെ കിട്ടില്ല. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പെക് വേരിയൻസിൻ്റെ ഒരു ലിസ്റ്റിലേക്ക് കയറി തുടങ്ങി. കാരണം ഇനി 2 വേരിയൻസും കൂടെ ആകപ്പാടേ ഉള്ളൂ. മിഡിൽ വേരിയൻസിൻ്റെ ഒരു കാറ്റഗറി കഴിഞ്ഞു. സോ ഇനി അടുത്ത് വരുന്ന HTX ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ഇവിടെയും ആവശ്യത്തിന് ഫീച്ചേഴ്സിൻ്റെ അപ്ഗ്രേഡ് ഒക്കെ ഉണ്ട്. അഡീഷണൽ ആഡാവുന്ന ഫീച്ചേഴ്സ് ഒന്ന് ഇവരുടെ ട്രിനിറ്റി ഡിസ്പ്ലേ ആണ്. അതായത് നമ്മൾ ടോപ്പ് സ്പെക് വേരിയൻറ്റിലൊക്കെ കണ്ട സെയിം 3 ഡിസ്പ്ലേ, അതായത് 12.3 ഇഞ്ചസിന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 12.3 ഇഞ്ചസിന് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പിന്നെ 5 ഇഞ്ച് സൈസ് വരുന്ന AC കൺട്രോൾസ് ഒക്കെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ അത് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഹാർമൻ കാർഡൻ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം നമുക്ക് ഈ ഒരു വേരിയൻറ്റ് മുതലാണ് കിട്ടുന്നത്. നേരത്തെ 16 ഇഞ്ച് ആയിരുന്നെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് മുതൽ 17 ഇഞ്ച് ടൈം കട്ട് അലോയ് വീൽസിൻ്റെ ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സീറ്റ്സിൽ വെന്റിലേഷൻ്റെ ഒരു ഓപ്ഷൻ ഈ ഒരു വേരിയൻറ്റ് മുതൽ അവൈലബിൾ ആയിരിക്കും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ്, അതുപോലെ 64 കളർ ആംബിയൻ ലൈറ്റിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നേരത്തെ EPB 7 സ്പീഡ് DCT കൂടെയൊക്കെ ആയിരുന്നു കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ ആകെപ്പാട് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ പഡിൽ ലാംപ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ഈവൻ ദോ 4 വേ ആണെങ്കിൽ പോലും ആ ഒരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഫോണിന് വയർലെസ് ചാർജറിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് HTX പ്ലസ്സിൽ കിട്ടുന്നത്. സോ ഓൾമോസ്റ്റ് അവർ അഡ്വർടൈസ് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ HTX പ്ലസ്സിൽ തന്നെ ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി HTX പ്ലസ് ഓപ്ഷണൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. നിങ്ങളങ്ങനെ ഇതിലേക്ക് ഇനി പുഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും എനിക്കറിയില്ല. കാരണം മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ആവുന്ന അഡ്വാൻസ്ഡ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം ആണ്. 16 ഓട്ടോണമസ് ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കൂടെ ആഡ് ആവും. 6 എണ്ണമാണ് പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ വരുന്നത്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് മോഡൽ മുതൽ കിട്ടുന്നതാണ്. പിന്നെ അഡീഷണൽ വരുന്ന 360° പാർക്കിംഗ് ക്യാമറയാണ്. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന HTX പ്ലസ്സിലില്ലായിരുന്നു. അത് കിട്ടണമെങ്കിൽ HTX പ്ലസ് ഓപ്ഷണൽ തന്നെ എടുക്കേണ്ടി വരും. പിന്നെ HTX മുതൽ തന്നെ നമുക്ക് കിയ കണക്ട് 2.0, അതായത് കണക്റ്റഡ് കാർട്ടൊക്കെ, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന OT അപ്ഡേറ്റ്സ്, നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലൊക്കെ അതൊക്കെ ഇത് HTX പ്ലസ് മുതൽ തന്നെ കിട്ടും. HTX പ്ലസ് ഓപ്ഷണൽ എടുക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ 3 സംഭവങ്ങളാണ് അഡീഷണൽ HTX പ്ലസ് ഓപ്ഷണൽ വേരിയൻറ്റിൽ ആഡ് ആവുന്നത്. അങ്ങനെ ഗൈസ്, ഇപ്പം നമ്മൾ ഈ കിയ സെറോസിൻ്റെ ഓരോ വേരിയൻസിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, അതുപോലെ ഏതൊക്കെ എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഇന്ന വേരിയൻസിലൊക്കെയാണ് കിട്ടുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെപ്പാടെ വരാനുള്ളത് ഇതിൻ്റെ പ്രൈസാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാം ഏതൊക്കെയാണ് നല്ല വാല്യൂ ഫോർ മണി വേരിയൻസ്, അതുപോലെ തന്നെ പ്രൈസിങ് കറക്റ്റ് ആണോ, വണ്ടി ഹിറ്റ് ആവോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി, അതായത് വണ്ടിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ആക്സസറീസ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് അത്യാവശ്യം ഇഷ്ടംപോലെ ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.